അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ഡേ മൈ ലൈഫായിട്ടാണ്. എന്താണ് എല്ലാവരുടെയും വിശേഷം മുത്തുമണികളെ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ അതാ രാവിലെ തന്നെ പിന്നെ സ്കൂളൊക്കെ 2 ദിവസം പൂട്ടിയിട്ടോ, പക്ഷേ എവിടെയും പോയിട്ടൊന്നുമില്ല. പോകണം ഇൻഷാ അള്ളാ. അങ്ങനെ എവിടെയും പോകാനും താല്പര്യമൊന്നുമില്ല കേട്ടോ ഈ ചൂട് കാരണം. പിന്നെ രാവിലെ തന്നെ ഇതാ നമ്മൾ താഴെ വന്നിട്ടുണ്ട് കേട്ടോ മുറ്റടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്ന് അടിച്ചു വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചൂട് തുടങ്ങിയപ്പോഴത്തേനും രാവിലെ തന്നെ ചൂടാണ്. ഇപ്പോൾ മുറ്റമൊക്കെ അത്ര കുപ്പയൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ വണ്ടികളില്ലാത്തതുകൊണ്ട് ഇടയ്ക്കൊക്കെ വന്ന് താഴെ അടിച്ചു വിടും. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല എന്ന് മാത്രം. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നാ കേട്ടോ. അപ്പോൾ വണ്ടി വന്നാൽ പിന്നെ ഇവിടെ ഒന്നും അടിക്കാൻ പറ്റില്ല. ഈ മുളൻ്റെ ഒരു ഇല മാത്രം അങ്ങനെ കൊഴിഞ്ഞുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനെന്നാലും നല്ല വൃത്തി പോലെ അടിച്ച് വിടും കേട്ടോ. എല്ലാവിടെയും റോഡും നമ്മൾ വണ്ടിയൊക്കെ നിർത്തണതല്ലേ പറഞ്ഞിട്ട് പളിച്ചെന്നാക്കി വിടും കേട്ടോ, സെൻറ്ററിലും സൈഡിലൊക്കെ. അപ്പോൾ ഇതാ പിന്നെ അങ്ങനെ എല്ലാവരുടെയും അടിക്കലൊക്കെ കഴിഞ്ഞ് രാവിലെ ഇനി സേമിയ കേട്ടോ, സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഒരടുപ്പിൽ ചായയും ഒരടുപ്പിൽ സേമിയ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയാൽ വേഗം ആകുമല്ലോ. അപ്പോൾ കുട്ടികളെ ഓരോരുത്തരും എണിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മണ്ണാർക്കാട് നിന്ന് ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ അപ്പോൾ ഭയങ്കര ചൂട് കിട്ടും. അപ്പോൾ ഞാൻ ഈ നൈറ്റ് നമ്മുടെ ഫ്രണ്ട് തന്നതാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നല്ല ചൂടിൻ്റെ സമയത്ത് ഇടാൻ നല്ല സുഖമുണ്ട് കേട്ടോ. അപ്പോൾ അതാട്ടോ ചൂട് കാരണം കൊണ്ട് ഇടുന്നതാണ്. കൈ കുറച്ച് കുറവാണ്, എന്നാലും നമുക്ക് നല്ല ഒരു ആശ്വാസം കിട്ടും. പിന്നെ ഇതാ മതിലൊക്കെ പൊളിഞ്ഞ് വീഴാനായി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം മുകളിൽ പോയിട്ട് ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഞാനിന്ന് അപ്പോൾ ഇതാ നമുക്ക് കുറച്ച് ചെറിയൊരു കുഞ്ഞിച്ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടിച്ചക്ക, അപ്പോൾ അത് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ മുറിച്ചെന്നാണ്. അപ്പോൾ പിന്നെ പരിപ്പ് കറിയും വെക്കാം, പരിപ്പും കത്തിരിക്കും മുളക് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉള്ളിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. സേമിയയിൽ കുട്ടികൾക്ക് കൊടുക്കണതിന് ഉള്ളിയൊന്നും ഇടാണ്ട് ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇടിച്ചക്ക ഒന്ന് ഉപ്പേരി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി, ചെറിയുള്ളി, ഉണക്കമുളകൊക്കെ കുത്തിയിട്ടിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരടുപ്പിൽ പരിപ്പും ഉള്ളിയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പരിപ്പും കത്തിരിക്കയും മുളക് കറിയും ഇടിച്ചക്ക ഉപ്പേരിയും പിന്നെ കുട്ടികൾക്ക് 2 ഉരുളക്കിഴങ്ങും വറുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ റിയാസ്ക്ക് അത് ഒരു വാടക പോയിട്ടുണ്ട് രാവിലെ. ഇനിയിപ്പോൾ കഴിക്കാൻ വരും കേട്ടോ. കഴിച്ചിട്ട് പിന്നെ ചോറ് കഴിക്കാൻ വരും. ആരെങ്കിലും വിളിച്ച വാടകയൊക്കെ പോയിട്ട്. ഇപ്പോൾ സ്കൂൾ ട്രിപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതാ നമ്മുടെ കറിയും ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ പാത്തക്കുട്ടി ചോറ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് വേഗം ചാറൊക്കെ ഒന്ന് തോന്നിച്ചിട്ട് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരും ഓരോ സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ വെക്കേഷനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിതാ കുക്കറിലാട്ടോ. അപ്പോൾ ഞാൻ പരിപ്പ് വേവിച്ചിട്ട് പിന്നെ കേട്ടോ കത്തിരിക്ക ഇട്ടാലും കത്തിരിക്ക അങ്ങനെ ഉടഞ്ഞു പോകും. എന്നിട്ട് അടുപ്പിൽ കിടന്ന് ഇത്തിരി വെന്തിട്ടുണ്ട് കേട്ടോ കത്തിരിക്ക. അപ്പോൾ ഇത്തിരി കൈപ്പുളിയൊക്കെ ഒഴിച്ചിട്ട് വെച്ചാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. നമ്മൾ അവിടെയാണെങ്കിൽ അടുപ്പിലൊക്കെ വെക്കും. അപ്പോൾ ഇവിടെ അടുപ്പില്ലാത്തതുകൊണ്ട് കുക്കറിൽ വെക്കണ കറി അത്ര ഇഷ്ടമല്ല, എന്നാലും നിവൃത്തിയില്ലാത്തതുകൊണ്ട് വെക്കുക കേട്ടോ. അടുപ്പിലാകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അടുപ്പിൻ്റെ ഇതിൻ്റെ വ്യത്യാസം 2 തന്നെയാണ് കേട്ടോ. പിന്നെ അതാ കുട്ടികൾക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് വറുത്ത ഒരു ചോറ് തോനെ കഴിക്കും. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഉരുളക്കിഴങ്ങ്, മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അന്നാ മീൻ മേടിച്ചാൽ കേട്ടോ. പിന്നെ ഇന്നലെ ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് ഇത്തിരി ബിരിയാണിയൊക്കെ വെച്ചു. ഇന്നലെ പേക്കുള്ളതല്ലേ പറഞ്ഞിട്ട് ബിരിയാണിയും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ ബിരിയാണി അരിയിൽ കുറച്ച് ചോറും വെച്ചു, ചിക്കനും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഇന്നലെ കഴിഞ്ഞു. പിന്നെ ഇതാ ഉരുളക്കിഴങ്ങൊന്ന് വറുത്തെടുക്കണം. പിന്നെ കുറച്ച് അലക്കാനുണ്ട്, ഉള്ളൊക്കെ ഒന്ന് അടിച്ച് പാരണം. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വിശേഷം എന്ന് പറയാൻ ഇതൊക്കെ തന്നെയാണ്. പിന്നെ വലിയൊരു ഒരു ആശ്വാസം അല്ലെന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ പാത്തുക്കുട്ടിക്ക് ചോറ് കൊടുത്താൽ അവൾ ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ കേട്ടോ. ചമ്മണപ്പടി ഇട്ടിട്ട് ഇരിക്കില്ല, അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. എത്ര നമ്മൾ ശരിക്കും ഇരുത്തിയാലും. പിന്നെ ടേബിളിൽ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അവിടെ ചോറ് നല്ല ചൂടായതുകൊണ്ട് താഴത്ത് ഫാൻ്റെ ചോട്ട് വെച്ച് കൊടുത്താൽ കേട്ടോ. അപ്പോൾ ചൂടാറിയ ശേഷം ടേബിളിലേക്ക് ഇരുത്തണം. അപ്പോൾ അവൾ വാരി കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ തിരിഞ്ഞാൽ കഴിക്കുന്നുണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ. അവൾ ഇങ്ങനെ തിന്നണത് തന്നെ വലിയൊരു കാര്യമാണ്. ആദ്യമൊക്കെ മിക്സിയിലിട്ട് അടിച്ചിട്ടൊക്കെ ആയിരുന്നു കൊടുത്തിട്ടായിരുന്നത്. പിന്നെ അങ്ങനെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഇപ്പയാണ് കേട്ടത്. ഇപ്പാൻ്റെ അടുത്ത് തന്നെ പോയിരിക്കും കേട്ടോ പാത്തുക്കുട്ടി. ഇപ്പോൾ ഇത്രയും ഗുളിക കണ്ടോ നിങ്ങൾ? ഇത്ര നല്ല കേട്ടോ. ഇനിയുണ്ട്. രാവിലത്തെ കുറവാണ്, രാത്രിയിലത്തെയാണ് ഒരുപാട് കേട്ടോ. അത്രയും ഗുളികകളാണ് കേട്ടോ രാവിലെയും രാത്രി ഉച്ചക്കൊക്കെ കഴിക്കുന്നത്. സുഖമില്ലാണ്ട് തലക്ക് ഒരു ബ്ലോക്കൊക്കെ ഉണ്ട് കേട്ടോ. 1 അല്ല 4 എന്തോ ഉണ്ട് തോന്നുന്നു. അപ്പോൾ നിറയെ ഗുളികയിലാട്ടപ്പോൾ ജീവിതം മൂപ്പൻ്റെ
അപ്പോൾ എല്ലാവരും മാറാൻ വേണ്ടി നിങ്ങളൊക്കെ തുകയിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ നമ്മുടെ അത്യാവശ്യം വീട്ടുപണിയൊക്കെ കഴിഞ്ഞ് ചോറും കറിയൊക്കെ ആയി. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ കഴിക്കുക തന്നെ. റിയാസ്ക്ക് വന്നാൽ റിയാസ്ക്കും കൊടുക്കുക. പിന്നെ കുട്ടികൾക്ക് അത് ഉരുളക്കിഴങ്ങ് വറുത്തത് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൈസ് കുട്ടിക്ക് ഉരുളക്കിഴങ്ങ് വറുത്തത് വേണം. അങ്ങനെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ തരുന്നുള്ളൂ കേട്ടോ. പിന്നെ റിയാസ്ക്ക് വന്നു, റിയാസ്ക്കാക്ക് ചോറ് കൊടുത്തു, റിയാസ്ക്കും കഴിച്ചു. പിന്നെ കുട്ടികളൊക്കെ ഇതാ ഇരുന്ന് കളിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായി ലൈക്ക് അടിക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ഇൻഷാ അല്ലാഹ് പിന്നെ വരെ. അസ്സലാമു അലൈക്കും. താങ്ക്സ്.